വീടില്ലാത്തവർക്കെല്ലാം വീട് കൊടുത്തു, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുത്തു, തൊഴിലായ വേതനം കൊടുത്തു, കർഷകത്തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തു, മത്സ്യത്തൊഴിലാളിക്ക് കൊടുത്തു, ഇലക്ട്രോണിക് കൊടുത്തു. ഏറ്റവും കുറഞ്ഞ ഫീസ് ഇല്ലാതെ വീടുകളുടെ ഫീസില്ല, ട്യൂഷൻ ഫീസില്ല. കോളേജുകൾക്ക് താല്പര്യങ്ങളുടെ ഫീസ് കുറവാണ്. 10-28,000 രൂപ മുടക്കിയാൽ ഒരു മെഡിക്കൽ കോളേജ് 5 വർഷം പഠിക്കാൻ നിങ്ങൾക്ക്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ. മറ്റത് 30-40 ലക്ഷം മുടക്കണം സ്വകാര്യ മെഡിക്കൽ കോളേജിൽ. ഗവൺമെന്റ് മെഡിക്കൽ 29,000 രൂപ 5 വർഷത്തെ. പക്ഷേ പബ്ലിക് സെക്ടർ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. 33% പോലും ഗവൺമെന്റ് സ്കൂളില്ല. 66% എയ്ഡഡ് സ്കൂളും അൺഎയ്ഡഡ് സ്കൂളുമാണ്. കോളേജുകളാണെങ്കിൽ 10% പോലും ഗവൺമെന്റ് കോളേജില്ല. നമ്മുടെ ജില്ലയിൽ ഒരേ ഒരു കോളേജ് MLA ആയപ്പോൾ വഴക്കുണ്ടാക്കുവാൻ ഒരു കോളേജ്. 10-20 എയ്ഡഡ് കോളേജുകളും അതിലേറെ അൺഎയ്ഡഡ് കോളേജുകളുമാണ്. ചൂഷണമാണ് നടക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ചൂഷണമാണ് നടക്കുന്നത്. ചൂഷണം നടത്തുന്ന വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് സോഷ്യലിസ്റ്റ് ബോധം ഉണ്ടാവുന്നത്? ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറയുകയല്ല. അങ്ങനെ മുതലാളിത്ത ബോധം ജനിച്ച ചെയ്യാതെ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് അതുണ്ടാവും. പക്ഷെ കുറച്ച് പേരെ ഉണ്ടാവും. വീരേന്ദ്രകുമാർ സാറിന് ആ ജന്മിത്വ മുതലാളിത്ത കാലഘട്ടത്തിൽ സോഷ്യലിസ്റ്റ് ബോധം ഉണ്ടാകാൻ കാരണം അദ്ദേഹം ഒരു വെഴ്സറ്റൈൽ ജീനിയസ് ആയതുകൊണ്ടാണ്. കുട്ടിക്കാലം മുതൽ, അതായത് വെഴ്സറ്റൈൽ ജീനിയസ് ഇംഗ്ലീഷ് പറഞ്ഞ മലയാളം ഗർഭമുഖം. ഇതെല്ലാം രംഗങ്ങളുടെ ബോധത്തിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ. എഴുത്ത്, വായന, പ്രസംഗം, സമരം എന്തായില്ലാത്തത്. വെഴ്സറ്റൈൽ ജീനിയസ് എത്ര പേരുണ്ടാവും? അവിടെ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. ചിലർ കഴിവുള്ളവരെ പ്രതിഭാശാലികളായി ജനിക്കുന്നു, ചിലർ പ്രവർത്തിച്ചുകൊണ്ട് പ്രതിഭ ആർജിക്കുന്നു, മറ്റു ചിലരിൽ പ്രതിഭയില്ലെങ്കിലും പ്രതിഭാശാലികൾ അടിച്ചേൽപ്പിക്കപ്പെടും. കൊള്ളയാണ് അത്തരക്കാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Some are born great, some achieve greatness, but on some greatness is testable. ഞാൻ വെറും ദരിദ്രവാസിയാണ്, ഞാൻ മഹാനാണെന്ന് അറിയിപ്പിക്കും. അങ്ങനൊരു സമൂഹമാണ്, കൊള്ളയായ സമൂഹം. TS എലിയട്ടിന്റെ കവിതയിൽ കൊള്ളയായ സമൂഹമാണ്. നമ്മുടെ ആദർശങ്ങളും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ, ജനാധിപത്യ ആശയങ്ങൾ ഇതെല്ലാം ചേരുന്നതാണ് നമ്മുടെ മഹത്തായ പുരോഗമന സമൂഹം. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ 2-3 തലവേല ഇന്ത്യയിൽ. കോൺഗ്രസ്, ജനതാ പാർട്ടികൾക്ക് ജനതാദളടക്കമുള്ള ജനതാ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാം അടങ്ങുന്ന ജനാധിപത്യ സോഷ്യലിസം. കമ്മ്യൂണിസ്റ്റുകാർ കുറച്ചുകൂടി കിടന്ന് ശാസ്ത്രീയ സോഷ്യലിസം, ഇതിനൊക്കെ വേണ്ടി വാദിക്കുന്നവർ. BJP, മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടികൾ, അല്ലെങ്കിൽ അകാലിദൾ, ഒക്കെ മതമാണ് ഉള്ളത്. മതത്തെ വിട്ടവർ കളിക്കുന്നവരുടെ അടിസ്ഥാന പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും സെക്യുലറിസം, സോഷ്യലിസം, ഡെമോക്രസി, ഈക്വാലിറ്റി, ലിബർട്ടി, ഫ്രറ്റേണിറ്റി ഇതിലൊക്കെ ആകൃഷ്ടരായ ആളുകൾ അത്തരം പാർട്ടികളിലേക്കാണ് പണ്ട് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കോൺഗ്രസ് ഏറ്റവും വലിയ പാർട്ടിയായത്. കോൺഗ്രസിനേക്കാൾ അടിസ്ഥാന കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും കുറെ കൂടെ ഗുണം ചെയ്യുന്ന ഒരു തിയറിയുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ വന്ന ബംഗാളിലും കേരളത്തിലും അതുപോലെ സ്റ്റേറ്റുകളും മുന്നോട്ട് വന്നത്.